Dear friends, welcome back to VKP Commerce Education. ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മാർജിനൽ കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പാർട്ട് 1 ആയിരുന്നു, ഇൻട്രഡക്ഷൻ ടു മാർജിനൽ കോസ്റ്റിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ തന്നെ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി തുടങ്ങിയ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റുകളും അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ്, ഇക്വേഷൻസ് പ്ലസ് ഇല്ലുസ്ട്രേഷൻ സോൾവിങ്ങും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് പാർട്ട് 2 ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഓർ PV റേഷ്യോ? പ്രോഫിറ്റ് വോളിയം റേഷ്യോയെ വളരെ ചുരുക്കി PV റേഷ്യോ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ is an absolute measure of profitability, but it cannot be used for comparison of two products or departments. Therefore, the contribution is related to volume of sales. It is called contribution bar sales ratio or profit bar volume ratio. When the PV ratio is higher, profitability of the product will also higher. It is an index of relative profitability of the products or departments. അവിടെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് പറയുന്നതെന്ന് പറയും. അപ്പോൾ അവിടെ പ്രോഫിറ്റബിലിറ്റിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റേഷ്യോയാണ് ഇവിടെ PV റേഷ്യോ അഥവാ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അതായത് ഇത്ര എമൗണ്ട് ഓഫ് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നത്? ദ കോൺട്രിബ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു വോളിയം ഓഫ് സെയിൽസ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോയിൽ സ്ഥാപിക്കപ്പെടുന്നത്. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. PV റേഷ്യോയിൽ പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓർ പ്രോഫിറ്റ് വോളിയം, വോളിയത്തിൽ അല്ലെങ്കിൽ സെയിൽസിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അതിനെ സൂചിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഉപയോഗിക്കുന്നത്. ഹിയർ സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ PV റേഷ്യോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് സെയിൽസ് കണ്ടെത്താൻ കഴിയും. സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ PV റേഷ്യോ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ നിന്ന് നമ്മൾ 2 ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ PV റേഷ്യോ, ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. അപ്പോൾ ഒരു സെയിൽസ് നടക്കുമ്പോൾ, വോളിയം ഓഫ് സെയിൽസ് നടക്കുമ്പോൾ അതിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ റിലേഷൻഷിപ്പാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നമ്മളൊരു ബേസിക് ഐഡിയ, ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമേ എല്ലാ ഇതിനെക്കുറിച്ചും തരുന്നുള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എവറി ബിസിനസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അസർട്ടൈനിങ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബേസിക്കലി ബ്രേക്ക് ഈവൻ പോയിന്റ് മീൻസ് the point at which there is no profit or no loss. Total revenue is equal to total cost. അതായത് സെയിൽസ് വാല്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? ലാഭമോ നഷ്ടമോ സംഭവിക്കുന്നില്ല. there is no profit, there is no loss. It is the point of no profit or no loss. The contribution received at break-even point is just sufficient to meet the fixed cost. അവിടെ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. ലിവിങ് നത്തിങ് ആസ് പ്രോഫിറ്റ്, നത്തിങ് ഈസ് ലോസ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ലോസും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. The firm ceases to incur losses at this point or it starts to earn a profit from this point. അതായത് ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് താഴത്തോട്ടൊക്കെ ലോസും മുകളിലോട്ടെല്ലാം എന്തായിരിക്കും, അവിടെ മുതലുള്ള പുതിയ പ്രൊഡക്ഷൻസ് എല്ലാം എന്തായിരിക്കും, ലാഭവും ആയിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളതിന് ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ബ്രേക്ക് ഈവൻ ചാർട്ട് ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൽ കാണിച്ചു തരും എങ്ങനെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഏതെല്ലാം ഏരിയകളിലാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, എത്ര സെയിൽസ് നടക്കുമ്പോഴാണ് പ്രോഫിറ്റ് സംഭവിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. ഓക്കെ, ദ ഫേം സീസസ് ടു ഇൻകർ ലോസ് അറ്റ് ദിസ് പോയിന്റ്, ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഏൺ പ്രോഫിറ്റ് ഫ്രം ദിസ് പോയിന്റ്. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് മുകളിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഏൺ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ അൽജിബ്രിക് മെത്തേഡ് ഓർ ഗ്രാഫിക്കൽ മെത്തേഡ്. അൽജിബ്രിക് ആയിട്ടും അതുപോലത്തെ ഗ്രാഫിക്കൽ മെത്തേഡായിട്ടും നമുക്ക് ഈ ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസിനെ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ബോത്തും രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്ത് കാണിക്കും എന്നുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ വാല്യൂ റുപ്പീസ് വാല്യൂവിൽ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ള ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്, ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുന്നത് എന്ന് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് കാണാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ പറഞ്ഞു ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ്. അവിടെ എന്താണ്, സെയിൽസ് റവന്യൂവും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റും ഇല്ല, അതുപോലെ തന്നെ നഷ്ടവുമില്ല. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ടാർജറ്റ് പ്രോഫിറ്റ്, അവിടെ നിന്ന് ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ്, ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഫിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ടാർജറ്റ് പ്രോഫിറ്റ്. ആ ടാർജറ്റ് പ്രോഫിറ്റ് എങ്ങനെ അക്വയർ ചെയ്യാം, ആ ടാർജറ്റ് പ്രോഫിറ്റ് അക്വയർ ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം സെയിൽസ് നടത്തണം എന്ന് നോക്കാം. ദ ബ്രേക്ക് ഈവൻ അനാലിസിസ് ക്യാൻ ഗൈഡ് ആൻ ഓർഗനൈസേഷൻ ടു ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. The firm can decide upon the target return or profit in advance. To achieve this profit, efforts would be taken to increase the volume of sales. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റിൽ ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഫിറ്റ്, എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ വി ആർ എക്സ്പെക്റ്റിംഗ്, ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി എത്ര സെയിൽസ് നടത്തണം, ഹൗ മച്ച് ദ വോളിയം ഓഫ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഈസ് ടു ബി സെയിൽ, എത്ര യൂണിറ്റ് വിൽക്കണം, അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാർജറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്, നമുക്ക് ആവശ്യമുള്ള ടാർജറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി എത്ര യൂണിറ്റ് വിൽക്കണം എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് വിറ്റാലാണ് നമുക്ക് വേണ്ട പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സെയിൽസ് വോളിയം റിക്വയർഡ്, എത്ര യൂണിറ്റ്, എത്ര സെയിൽസ് വിറ്റെങ്കിൽ അല്ലെങ്കിൽ എത്ര സെയിൽസ് നടത്തിയാലാണ് നമുക്ക് വേണ്ട പ്രോഫിറ്റ് കിട്ടുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ആദ്യം പറഞ്ഞ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ സോൾഡ്, എത്ര യൂണിറ്റ് വിൽക്കണം എന്നുള്ളത്. ഇത് ടോട്ടൽ സെയിൽസ് വാല്യൂ ആണ് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർജറ്റ് പ്രോഫിറ്റ് എത്രത്തോളം പ്രോഫിറ്റ് ആണോ ഏൺ ചെയ്യുന്നത്, ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് അതുപോലെ തന്നെ സെയിൽസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ ഇല്ലുസ്ട്രേഷൻ ഈസ് ഗിവിംഗ് ഫോർ യു. PV റേഷ്യോ, കാൽക്കുലേറ്റ് PV ratio, calculate break even point in units, calculate break even point in value. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, സെല്ലിംഗ് പ്രൈസ് ഓഫ് യൂണിറ്റ് ₹20, ഒരു യൂണിറ്റ് വിറ്റാൽ 20 രൂപ കിട്ടും. വേരിയബിൾ കോസ്റ്റ് 12 രൂപയാണ്. ഫിക്സഡ് കോസ്റ്റ് 32,000 ആണ്. ശ്രദ്ധിച്ചോളുക, 20 രൂപയുടെ സെല്ലിംഗ് പ്രൈസ്, 12 രൂപയുടെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് 32,000. അതിൽ നിന്നും PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഇൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 20 ആണ്, കോൺട്രിബ്യൂഷൻ 12 ആണ്, വേരിയബിൾ കോസ്റ്റ് 12 ആണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് is divided by sales 20 into 100 is equal to 40%. അതായത് 8/20 into 100 is equal to 40% എന്ന് കാണും. ഇനി നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണും. ഇൻ യൂണിറ്റ്സ് കാണുന്നതിന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 32,000 ഡിവൈഡഡ് ബൈ 8 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 20 മൈനസ് 12 ദാറ്റ് ഇസ് 8. ദെൻ 4,000 യൂണിറ്റിലെത്തുമ്പോഴാണ് ദർ ഇസ് നോ
ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ്. 4000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റും ലോസും ഉണ്ടാവാത്ത സാഹചര്യം. ദെൻ ബ്രേക്ക് ഇവൺ പോയിന്റ് ഇൻ വാല്യൂ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ, ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് 32,000 divided by 40%, that is PV ratio 40%, that is 40 into 100 is equal to 80,000 rupees. 80,000 രൂപയുടെ സെയിൽസ് നടത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ്. അവിടെ 4000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ 80,000 രൂപയുടെ വിൽപ്പന നടത്തുകയോ ചെയ്യുമ്പോഴാണ് ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ് എന്ന ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, now let us discuss another illustration. A product A is sold at a unit selling price of rupees 40 and the variable cost incurred per unit is rupees 32. The firm's fixed costs are rupees 40,000. Find out, number 1, the number of units to be produced to break even. Number 2, the number of units to be sold to earn a profit of rupees 10,000. പ്രൊഡക്റ്റ് എ വിൽക്കാൻ പോവുകയാണ്. സെല്ലിംഗ് പ്രൈസ് 40 റുപ്പീസ് ആണ്, വേരിയബിൾ കോസ്റ്റ് 32 ആണ്, ഫിക്സഡ് കോസ്റ്റ് 40,000 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ടു ബ്രേക്ക് ഈവൻ, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തുന്നത്. അടുത്ത പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു എൻ പ്രോഫിറ്റ് ഓഫ് 10,000, 10,000 രൂപ കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ലെറ്റ് us ആൻസർ ദി പ്രോബ്ലം. First of all, contribution is equal to sales. SP means selling price minus variable cost. 40 minus 32 is equal to 8 is the contribution. Then we will calculate number of units to be produced to break even. Break even point lote എത്തുന്നതിന് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? That is fixed cost divided by contribution per unit. 40,000 fixed cost ഉണ്ട്, contribution per unit 8. 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യാം? ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് എത്താം എന്നുള്ളതാണ്. ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 10,000, 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് 40,000, ഡിസൈർഡ് പ്രോഫിറ്റ് 10,000 രൂപ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 8. 6,250 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റെങ്കിൽ മാത്രമേ 10,000 രൂപ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ബ്രേക്ക് ഇവൻ ചാർട്ട്. ഹൗ ടു പ്രിപ്പയർ ബ്രേക്ക് ഇവൻ ചാർട്ട്? ഗ്രാഫിക് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് വോളിയം, വേരിയബിൾസ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എക്സെട്ര. സെയിൽസ് വോളിയം, വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഗ്രാഫിക് മെത്തേഡ് പ്രകാരമാണ് ബ്രേക്ക് ഇവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ആൾസോ ഷോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ഓർ വോളിയം ഓഫ് സെയിൽസ്. ഓരോ ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിലും എത്രയാണ് സെയിൽസ്, എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളതും ലോസ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നതിനുള്ള ചാർട്ടാണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. എ ബ്രേക്ക് ഇവൻ ചാർട്ട് ഷോസ് ദ ടോട്ടൽ സെയിൽസ് ലൈൻ, ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കോൾഡ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അവിടെ ശ്രദ്ധിക്കുക, 3 കാര്യങ്ങളാണ്: സെയിൽസ് ലൈന്, ടോട്ടൽ കോസ്റ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും, വേരിയബിൾ കോസ്റ്റ് ലൈനുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയയിലായിരിക്കും ബ്രേക്ക് ഇവൻ പോയിന്റ് ഉണ്ടായിരിക്കുക. ടോട്ടൽ കോസ്റ്റ് അതുപോലെ തന്നെ സെയിൽസ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ആ പോയിന്റിലായിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് ജനറേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് എ ഡാറ്റാബേസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെയിൽസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യപ്പെടുന്ന ഗ്രാഫിൽ അല്ലെങ്കിൽ OY ആക്സിസിൻ്റെ പ്ലോട്ട് ഏരിയയിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ് റവന്യൂ ആർ പ്ലോട്ടഡ് അലോങ് OX ആക്സിസ്. OX ആക്സിലായിരിക്കും ഔട്ട്പുട്ടും സെയിൽസും റവന്യൂയും പ്ലോട്ട് ചെയ്യപ്പെടുന്നത്. സ്യൂട്ടബിൾ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ദ കോസ്റ്റ് ആൻഡ് സെയിൽസ് ആർ പ്ലോട്ടഡ് ഓൺ Y ആക്സിസ്. സെയിൽസ് Y ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് പ്ലോട്ട് ചെയ്യണം. It is a parallel line to the OX axis, indicating that the fixed cost remain constant at all levels of output.
ഇവിടെ നമ്മൾ വരയ്ക്കപ്പെടുന്ന ഫിക്സഡ് കോസ്റ്റിന് പാരലായിട്ടുള്ള OX ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും കിട്ടുക. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് റിമൈൻ ഫോർ എവരി ലൈൻ എവരി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഏത് വോളിയം ലെവലിലാണെങ്കിലും അതിലെല്ലാം ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് കാരണമാണ് ഒരു പാരലൽ ലൈൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് നെക്സ്റ്റ്. അതിനുശേഷം നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്യും. സ്റ്റാർട്ടിങ് ഫ്രം 0 ഇറ്റ് പ്രോഗ്രസ് കണ്ടിന്യൂസ്ലി ഇൻഡിക്കേറ്റിംഗ് that the variable cost increases with the volume of fixed cost line of sales. കോസ്റ്റ് സെയിൽസ് കൂടുന്നതിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതായിരിക്കും കാണുക. ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് എബവ് ദി വേരിയബിൾ കോസ്റ്റ് ലൈൻ. വേരിയബിൾ കോസ്റ്റിന് മുകളിലായിട്ടായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടായിരിക്കുക. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഫിക്സഡ് കോസ്റ്റ് ലൈൻ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഓൺ ദി OY ആക്സിസ് and follows the same pattern of variable cost line. വേരിയബിൾ കോസ്റ്റ് ലൈൻ്റെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനും കാണിക്കുക. ദ സെയിൽസ് ലൈൻ ഈസ് പ്ലോട്ടഡ് ഫൈനലി. ഏറ്റവും അവസാനം നമ്മൾ സെയിൽസ് ലൈൻ കാണിക്കും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് പ്രോഗ്രസ്സസ് കണ്ടിന്യൂസ്ലി ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ സെയിൽസ് ഇൻക്രീസിംഗ് വിത്ത് ലാർജർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. The point of intersection of sale line and total cost line ഇൻഡിക്കേറ്റ്സ് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. എവിടെ വെച്ചിട്ടാണോ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടായിരിക്കില്ല, ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ്. എ വെർട്ടിക്കൽ ലൈൻ ഡ്രോൺ ഓൺ ടു ദ OX ആക്സിസ് ഫ്രം ദിസ് പോയിൻറ്റ് ഷോസ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് റിക്വയർഡ് ടു ബ്രേക്ക് ഈവൻ. ഓക്കെ, let us see one illustration. Draw a break-even chart using the following data. Selling price ₹12, variable cost ₹7, fixed cost ₹2000, budget output 8000. 12 രൂപ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 7 ആണ്, ഫിക്സഡ് കോസ്റ്റ് 2000 ആണ്, ബഡ്ജറ്റ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട് 8000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് ഈവൻ ടേബിൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ഔട്ട്പുട്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, സെയിൽസ്, ഡിഫറെൻറ്റ് ലെവൽസ്, വോളിയം ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടെത്താൻ കഴിയുള്ളൂ. ഔട്ട്പുട്ട് ലെവൽസ് 200, 400, 600, 800 കൊടുക്കുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് 7 ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 200 × 7 1400, 2800, 4200, 5600. Fixed cost is fixed for every level of output, 2000, 2000, 2000. Then total cost 3400, which means fixed cost plus variable cost. 4800, 6200, 7600. Then sales 2000 into 12, 2400, 400 into 12, 4800, 600 into 12, 7200, 9600. ഇത്രയും ടേബിളാണ്. ഈ ഒരു ടേബിൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇനി അതിൻ്റെ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ലുക്ക് അറ്റ്, നമ്മൾ എന്ത് ചെയ്തു, OX ആക്സിസിൽ ഔട്ട്പുട്ട് കാണിച്ചു 200, 400, 600, 800. ഓക്കെ, ദെൻ OY ആക്സിസിൽ ടോട്ടൽ കോസ്റ്റും റവന്യൂവും കാണിച്ചിട്ടുണ്ട്. 2000, 4000, 6000, 8000, 10,000, 1000, 12,000 എന്ന രൂപത്തിൽ ടോട്ടൽ കോസ്റ്റ് ഓർ റവന്യൂ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ചു. ഫിക്സഡ് കോസ്റ്റിൻ്റെയാണ് ഒരു യെല്ലോ ലൈനാണ് ഫിക്സഡ് കോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെഡ് ലൈൻ വേരിയബിൾ കോസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ദെൻ ഗ്രീൻ ലൈൻ ടോട്ടൽ കോസ്റ്റ്. ഗ്രീൻ ലൈൻ ഇവിടെ അത് ഗ്രീൻ അല്ല, ഒരു ബ്ലാക്ക് ലൈൻ ആയിട്ടാണ്. ഓക്കെ, ബ്ലാക്ക് ലൈനായിട്ട് ടോട്ടൽ കോസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ദെൻ സെയിൽസ് ലൈനായിട്ട് ഗ്രീൻ ലൈനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളാം. ഫിക്സഡ് കോസ്റ്റ് യെല്ലോ ലൈൻ, ടോട്ടൽ കോസ്റ്റ് ബ്ലാക്ക് ലൈൻ, വേരിയബിൾ കോസ്റ്റ് റെഡ് ലൈൻ, സെയിൽസ് ലൈൻ ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫിക്സഡ് കോസ്റ്റ് എല്ലാ ഔട്ട്പുട്ട് ലെവലിലും ഫിക്സഡ് കോസ്റ്റ് 2000 ആണ്. അതുകൊണ്ട് തന്നെ 2000 ഒരു സ്ട്രൈറ്റ് യെല്ലോ ലൈൻ. ദെൻ വേരിയബിൾ കോസ്റ്റ് റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതിന് ശേഷം സെയിൽസ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നോക്കുക, സെയിൽസ് ലൈനും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും. സെയിൽസ് ആണ് ടോട്ടൽ റവന്യൂ പറയുന്നത്.
ഗ്രീൻ ലൈനും ബ്ലാക്ക് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഭാഗം, അതായത് 4800 ആ ഭാഗത്താണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് താഴെയുള്ള ആ ഭാഗം എല്ലാം ലോസ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ആ കോണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. അതായത് 4800 എന്ന് പറഞ്ഞ് കാണിക്കുന്ന BEPയുടെ തൊട്ടു ചാരി, അതായത് സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇടയിലുള്ള ഒരു ആംഗിൾ, ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ള ഭാഗം മുഴുവനായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ താഴത്തോട്ട് 4800ൻ്റെ BEP നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഏരിയയുടെ താഴത്തോട്ടെല്ലാം ലോസ് ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു BEP സെയിൽസ് ഇവിടെ നമുക്ക് മനസ്സിലായി 4800, ഇതിന് മുകളിലുള്ളതെല്ലാം മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് മുകളിലുള്ള ഏരിയാസ് എല്ലാം മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരിക്കും എന്നുള്ളത് മനസ്സിലായിരിക്കുക. ഈ ഒരു 2000ൻ്റെ ഏരിയയാണ് ഫിക്സഡ് കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, വേർ ദി BEP എന്നുള്ളത് ആദ്യം നോക്കുക. എവിടെയാണ് BEP വരുന്നത്? ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലം, അതായത് ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്തുണ്ടാവില്ല? ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ് ആയിരിക്കും. ദിസ് ഈസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിനുശേഷം അതിന് തൊട്ടും അടുത്തുള്ള ആംഗിൾ, ആ ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. താഴത്തോട്ടുള്ള ഭാഗമായിരിക്കും, ഈ ഒരു ഭാഗമായിരിക്കും എന്ത്? ലോസ് ഏരിയ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ ഈ ഒരു 4800 മുകളിലോട്ടുള്ള ഭാഗം എല്ലാം മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ആംഗിൾ കോസ്ഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടോട്ടൽ സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ അറ്റ് ദി ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ വിഡ്ത്ത് ഓഫ് ദ ആംഗിൾ റെപ്രസെൻറ്റ്സ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ലാർജർ ദ ആംഗിൾ ഗ്രേറ്റർ വിൽ ബി ദ പ്രോഫിറ്റ് ബിസിനസ് മേക്കിംഗ് ഇൻ ഓൺ അഡീഷണൽ സെയിൽസ്. ആംഗിൾ കൂടുന്തോറും എന്ത് ചെയ്യും? അവിടെ പ്രോഫിറ്റിൻ്റെ റേഞ്ച്, കപ്പാസിറ്റി ഓഫ് ദ ഫേം ഓർ എഫിഷ്യൻസി ഓഫ് ദ ഫേം, സെയിൽസ് കൂടും എന്നുള്ളതാണ്. ആംഗിൾ കുറയും തോറും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് റേറ്റ് കുറയുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി റെപ്രസെൻറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബിസിനസ് ടു ഫേസ് ആൻ അഡ്വേഴ്സ് മാർക്കറ്റ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസിന് മുകളിലുള്ള എല്ലാ സെയിൽസിനെയും മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. അതായത് അവർക്ക് പ്രോഫിറ്റ് എൻഷുർ ചെയ്യപ്പെടുന്ന സെയിൽസിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഹയർ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ബെറ്റർ ദ പൊസിഷൻ ഓഫ് ദ ഫേം. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുന്തോറും എന്ത് ചെയ്യും? അവരുടെ സേഫ്റ്റി, അതായത് പ്രോഫിറ്റബിലിറ്റി കൂടുതൽ ആണ് എന്ന് പറയാം. മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ആക്ച്വൽ സെയിൽസ് നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താം. മാർജിൻ ഓഫ് സേഫ്റ്റി മറ്റൊരു മാർഗ്ഗത്തിൽ കാണുകയാണെങ്കിൽ പ്രോഫിറ്റ് ബൈ PV റേഷ്യോ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താവുന്നതാണ്. അനദർ വേ, അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു PV റേഷ്യോ എന്ന ഇക്വേഷനും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റും കണ്ടെത്താം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കുക. കഴിഞ്ഞ സ്ലൈഡിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കണ്ടിരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ തൊട്ട് മുകളിലായിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് ഈ ഒരു BEPയുടെ തൊട്ട് മുകളിലുള്ള എല്ലാ ഭാഗവും എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. BEPയുടെ തൊട്ട് മുകളിലുള്ള ഈ ഭാഗം മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. അതായത് ഫേമിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എൻഷുർ ചെയ്യപ്പെടുന്ന ഏരിയയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പഠിച്ചു, മാർജിൻ ഓഫ് സേഫ്റ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ സോൾവ് ചെയ്യാനാണ്. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷൻ. കാൽക്കുലേറ്റ് BEP ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ഫ്രം ദ ഫോളോയിങ്. സെയിൽസ് ₹50,000 അല്ലേ? 50,000 യൂണിറ്റ്, റുപ്പീസ് അല്ല, 50,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹6 പെർ യൂണിറ്റ്. 50,000 യൂണിറ്റ് ₹6 നിരക്കിൽ. പ്രൈം കോസ്റ്റ് ₹3 പെർ യൂണിറ്റ്. വേരിയബിൾ ഓവർഹെഡ്
₹1 per unit. ഫിക്സഡ് കോസ്റ്റ് 75,000 പെർ ആനം. ഒരു വർഷത്തേക്ക് 75,000 ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ ഓവർഹെഡ് അറിയുന്നതാണ് വേരിയബിൾ കോസ്റ്റ് ₹1. പ്രൈം കോസ്റ്റ് 3. ദെൻ സെയിൽസ് 50,000 യൂണിറ്റിൻ്റെ ₹6 നിരക്കിലുള്ള സെയിൽസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇല്ലുസ്ട്രേഷൻ സോൾവ് ചെയ്യാൻ പോകണം. BEP ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 75,000 ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 6 മൈനസ് വേരിയബിൾ കോസ്റ്റ് 4 ഈസ് ഈക്വൽ ടു 37,500 യൂണിറ്റാണ് BEP. ബ്രേക്ക് ഈവൺ പോയിന്റിൽ എത്തണമെങ്കിൽ 37,500 യൂണിറ്റിന് ഉള്ള യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ബ്രേക്ക് ഈവൺ പോയിന്റ്, ദർ ഇസ് നോ പ്രോഫിറ്റ് ദർ ഇസ് നോ ലോസ് എന്ന ഏരിയയിലോട്ട് എത്തുള്ളൂ. BEP ഇൻ റുപ്പീസിൽ കാണുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, 37,500 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2,25,000 റുപ്പീസിന് സെയിൽസ് നടത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൺ പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ യൂണിറ്റിലും അതിൻ്റെ റുപ്പി വാല്യൂയും ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. ആക്ച്വൽ സെയിൽസ് മൈനസ് BE സെയിൽസ് ഓർ BEP സെയിൽസ്. ശ്രദ്ധിക്കുക, ആക്ച്വൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റിൽ തന്നെ പറഞ്ഞതാണ്. ആക്ച്വൽ സെയിൽസ് പറയുന്നത് 50,000 യൂണിറ്റിന് 50,000 യൂണിറ്റ് ഇൻറ്റു 6, 50,000 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 3 lakh മൈനസ് BEP സെയിൽസ്. BEP സെയിൽസ് നമ്മൾ കണ്ടെത്തി 2,25,000. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് എൻഷുർ ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 75,000 മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ അനാലിസിസ്, അതുപോലത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി, ബ്രേക്ക് ഈവൺ പോയിൻറ്റ്, ബ്രേക്ക് ഈവൺ ചാർട്ട് തുടങ്ങിയവയെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇക്വേഷൻസ് ആണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. കൃത്യമായ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.